ഹലോ, എല്ലാവർക്കും സ്വാഗതം. ഇന്നും ഞാൻ മാംഗോ വെച്ചിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലെ മാംഗോ മിൽക്ക് മിഠായി കേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. കുറേ പേരൊക്കെ ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ വളരെ യമ്മി ആയിട്ടുള്ള മാംഗോ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലഡു ആണ് ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ 2 പഴുത്ത മാംഗോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു വലുപ്പത്തിലുള്ള 2 മാംഗോ ആണ് ഞാൻ വെച്ചിരിക്കുന്നത്. പിന്നെ 400 മില്ലി ഫ്രഷ് മിൽക്ക് എടുത്ത് വെച്ചിട്ട് എന്ന് വെച്ചാൽ 1.5 കപ്പ്. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര ഞാനിവിടെ 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് 2 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് വേണം. ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രഷ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ലഡുവിൻ്റെ ഉള്ളിൽ ഞാനൊരു ലഡു ഉണ്ടാക്കുന്നുണ്ട്, നട്ട്സ് ലഡു. അതിന് വേണ്ട ആവശ്യമായ ചേരുവകളാണ് നമുക്ക് കാഷ്യൂ നട്ട്, ബദാം, ഡെസിക്കേറ്റഡ് കോക്കനട്ട്, പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടി ഏലക്ക. ഞാനിവിടെ ഒരു 3 ഏലക്ക ഫ്രഷ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പൊടി ചേർക്കുന്നവർക്ക് 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറാണ്. പിന്നെ വേണ്ടത് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഒരു 2 ടേബിൾ സ്പൂൺ. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു 1 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ചേർക്കുന്നുണ്ട്. ഫ്രഷ് ക്രീം ഇല്ലാത്തവർക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത മലായിയോ കോയയോ ചേർക്കാം. ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഒരു യമ്മി ലഡുവാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനു വേണ്ടി ആദ്യം നമുക്ക് മാംഗോ ഒന്ന് പീൽ ചെയ്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം. കട്ട് ചെയ്തിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ആദ്യം ഒന്ന് അത് ചെയ്തെടുക്കാം. ഞാനിവിടെ മാംഗോ ഒക്കെ കട്ട് ചെയ്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നോക്കൂ, നല്ല പേസ്റ്റായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി മറ്റൊരു മിക്സിയുടെ ജാറിലേക്ക് 2 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് നിങ്ങൾക്ക് ഫ്രഷ് കോക്കനട്ടും ചേർത്ത് കൊടുക്കാം. ഇനി 1/2 കപ്പ് ഷുഗർ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1.5 കപ്പ് മിൽക്ക്, 400 മില്ലി ഫ്രഷ് മിൽക്കാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നന്നായിട്ട് ഒന്ന് പേസ്റ്റ് ചെയ്തിട്ട് വരിക. ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കുക. നോക്കൂ, ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തിട്ടുള്ളൂ. ഈ ഒരു തരിതരിപ്പിലാണ് അതിരിക്കുക. കണ്ടോ, കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഫില്ലിങ്ങിനുള്ള നട്ട്സ് ലഡു ഉണ്ടാക്കാൻ വേണ്ടി മിക്സിയുടെ ജാറിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന നട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2-3 ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിതിലേക്ക് ഒരു 1/4 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് മധുരത്തിന് 2 ടേബിൾ സ്പൂൺ ഷുഗറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് 1 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമാണ്. ഇതില്ലാത്തവർക്ക് സാധാരണ മിൽക്ക് ചേർക്കാം, ഇല്ലെങ്കിൽ മലായി, കോയ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സിയിലൊന്ന് കറക്കിയെടുത്തിട്ട് വരാം. അപ്പോൾ ഫസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തപ്പോൾ ഇത് നന്നായിട്ട് അരഞ്ഞു വന്നില്ല. അതുകൊണ്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ മിൽക്കും ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി പൾസ് ചെയ്തെടുക്കുകയാണ്. ഇപ്പൊ നോക്കൂ, കറക്റ്റ് ആയിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇതുപോലെ മതി, ഒരുപാട് പേസ്റ്റ് ചെയ്യണ്ട. ചെറിയ തരിതരിപ്പോട് കൂടി നമുക്ക് അരച്ചെടുത്താൽ മതി. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇപ്പൊ നമുക്ക് ലഡുവിന് ആവശ്യമായിട്ടുള്ള എല്ലാതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മാംഗോ പ്യൂരി, മിൽക്ക്, കോക്കനട്ട് മിശ്രിതം ഇതൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അടുപ്പത്ത് ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് കോക്കനട്ട് മിൽക്ക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് വറ്റിച്ചെടുക്കണം. ഇതിലുള്ള മിൽക്ക് മുഴുവൻ വറ്റി വരണ്ട് വരണം. അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. കണ്ടോ, ഇപ്പോൾ നോക്കൂ, അതിൻ്റെ മിൽക്കൊക്കെ വറ്റി നന്നായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പാകാവണ വരെ നമുക്ക് വറ്റിച്ചെടുക്കണം. ഇനി ഞാൻ ഇതിലേക്ക് 1.5 കപ്പ് മാംഗോ പ്യൂരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ വെള്ളമൊന്നും ചേർക്കാത്ത മാംഗോ പ്യൂരിയാണ്. ഇത് ഇടുമ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഫ്ലെയിം വളരെ ലോവിൽ വെക്കണം. കാരണം നമ്മൾ മിൽക്ക് കേക്ക് ഉണ്ടാക്കുമ്പോൾ മാംഗോ പ്യൂരി ചേർക്കുമ്പോൾ പിരിഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കിവിടെ അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ടും ഒരു മീഡിയം ഫ്ലെയിമിലും ലോ ഫ്ലെയിമിൻ്റെ ഇടയിലിട്ടിട്ട് നിങ്ങൾക്ക് വറ്റിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ വറ്റിക്കിട്ടും. കണ്ടോ, നന്നായിട്ട് വറ്റിച്ചെടുക്കുക. ആ ഒരു ടൈം കൊണ്ട് ഞാൻ നമ്മുടെ നട്ട്സ് അരച്ചത് ഒന്ന് ഉരുട്ടി എടുക്കുന്നുണ്ട്, ചെറിയ സ്മോൾ ലഡു ആക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ നന്നായിട്ട് അതിനെ ഒന്ന് ഉരുട്ടിയെടുക്കുകയാണ്.
അപ്പോൾ ഞാൻ ഉരുട്ടിയെടുക്കാൻ വേണ്ടി കയ്യിൽ കുറച്ച് നെയ്യ് തടവിയിട്ടുണ്ട് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ. പിന്നെ ഈ ലഡു ഉണ്ടാക്കുന്ന വലുപ്പമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് എടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു സ്മോൾ ലഡു ആണ് ഉണ്ടാക്കിയെടുക്കുന്നത്, ഈ ഒരു വലുപ്പത്തിൽ. അങ്ങനെ ഞാൻ എല്ലാ ലഡുവും ഉണ്ടാക്കിയെടുക്കുകയാണ്. കണ്ടോ, എല്ലാ ലഡു ഉണ്ടാക്കിയെടുത്തു. നോക്കൂ, ലഡു ഉണ്ടാക്കി വരുമ്പോഴേക്കും നമ്മുടെ മാംഗോൻ്റെ മിക്സർ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വരാൻ വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ മതി. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും. പിന്നെ നിങ്ങൾ നോക്കൂ, ഇതിൽ നമ്മൾ നെയ്യോ ബട്ടറോ ഒന്നും ചേർത്തിട്ടില്ല, പക്ഷെ ഒരു ചെറിയ നെയ്യിൻ്റെ അംശം കാണുന്നുണ്ട്. അത് നമ്മുടെ കോക്കനട്ടിൽ നിന്ന് ഇറങ്ങി വന്ന എണ്ണയാണ് കേട്ടോ. കണ്ടോ, പാത്രം ഇങ്ങനെ കുലുക്കുമ്പോൾ വിട്ട് വരുന്നത്. നമ്മളൊരു അലുവിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്റ്റേജ്. ഇത് മതി. ഇനി നമുക്ക് വാങ്ങി വെക്കാം. ഇപ്പം ഇത് നല്ല ചൂടാണ്, ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് നേരം തണുക്കാൻ വെക്കാം. അപ്പം നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ നട്ട്സ് ലഡു റെഡിയാണ്. നമ്മുടെ ഈ മിക്സറും തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലഡു ഉണ്ടാക്കാം. ഞാനൊരു മീഡിയം സൈസ് ലഡുവാണ് ഉണ്ടാക്കുന്നത്. ഒന്ന് ഉരുട്ടി നോക്കിയിട്ട് അതിൽ ഒന്ന് കൈവച്ചൊന്ന് പരത്തി കൊടുക്കുകയാണ് നമ്മുടെ ഫില്ലിങ് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഫില്ലിങ് വെച്ചിട്ട് നന്നായിട്ട് ലഡു ഉരുട്ടിയെടുക്കുകയാണ്. കണ്ടോ, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റും. അത്രയും സോഫ്റ്റാണ് നമ്മുടെ മാംഗോവും കോക്കനട്ടും ചേർന്നിട്ടുള്ള മിക്സർ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ ഇത് ഉരുട്ടിയെടുക്കാൻ കയ്യിൽ നെയ്യൊന്നും പരട്ടേണ്ട ആവശ്യമില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് ഉരുട്ടി കിട്ടും. ഇത് കാണുന്ന പോലെ തന്നെ യമ്മി തന്നെയാണ് ഇതിൻ്റെ ടേസ്റ്റും. വായിലിട്ട അലിഞ്ഞു പോകുന്ന ഒരു ലഡു ആണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നാട്ടിലൊക്കെ ഇപ്പോൾ മാമ്പഴക്കാലം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, മഴയൊക്കെ പെയ്തു തുടങ്ങി. പക്ഷേ ഇവിടെ ഗൾഫ് കൺട്രിയിലൊക്കെ ഇപ്പോൾ മാംഗോ സീസണാണ്, മാംഗോ ഫെസ്റ്റിവൽ സീസണൊക്കെയാണ് എല്ലാ മോളുകളിലും ഷോപ്പുകളിലൊക്കെ. അപ്പോൾ ഒരുപാട് മാംഗോ ഒക്കെ വാങ്ങാൻ കിട്ടും. അപ്പോൾ എത്രയും പെട്ടെന്ന് വാങ്ങിയിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ വീട്ടിലെ കുട്ടികൾക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടപ്പെടും. നമ്മൾ ഇതിലെ കളറോ ഒന്നും ചേർത്തിട്ടില്ല, പക്ഷെ നല്ല മഞ്ഞ കളർ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ അങ്ങനെ എല്ലാ ലഡുവും ഉണ്ടാക്കിയെടുക്കുകയാണ്. കണ്ടോ, അപ്പോൾ എല്ലാ ലഡു ഉണ്ടാക്കിയെടുത്തു. എന്ത് രസാലേ കാണാൻ. കാണുന്നത് പോലെ തന്നെയാണ്, ഭയങ്കര സോഫ്റ്റുമാണ്. ഇനി ഞാനിത് കുറച്ചും കൂടി ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ ഒന്ന് റോൾ ചെയ്തെടുക്കുകയാണ്. ഇത് തികച്ചും ഓപ്ഷനിലാണ്. കാരണം ഒരു ഭംഗിക്ക് വേണ്ടിയും ഒരു ഫോട്ടോയ്ക്കൊക്കെ വേണ്ടിയിട്ട് ചെയ്തെടുക്കുന്നതാണ്. നിങ്ങൾക്ക് ചെയ്യണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഇതുപോലെയൊക്കെ ചെയ്തു കൊടുത്താൽ കുട്ടികളൊക്കെ നന്നായിട്ട് കഴിക്കും. അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് ലഡുവൊക്കെ അങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് ഞാനൊരു പിസ്ത പൗഡറും കൂടിയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ലഡു അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. വേഗം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നോട് പറയാൻ മറക്കരുത്. അതിന് നമുക്കൊന്ന് മുറിച്ച് നോക്കാം. ഇത് നമ്മൾ 2 ലഡു ആയിട്ട് 2 in 1 ലഡു ആയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് പുറത്ത് നല്ല മാംഗോൻ്റെയും കോക്കനട്ടിൻ്റെയും ഫ്ലേവറും അകത്ത് നല്ല നട്ട്സും കോക്കനട്ടിൻ്റെയും ഫ്ലേവറാണ്. അതുപോലെ തന്നെയാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും ഇതുപോലെ പുതുപുത്തൻ റെസിപ്പീസായിട്ട് ഞാൻ ഉടനെ വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.